നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിടവാങ്ങുന്നതായി ഡോക്ടർ സുജിത് വിജയൻപിള്ള. തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാനില്ല. വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പ്രതികരണം. വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി CR മഹേഷ്. വ്യക്തിപരമായി തെരഞ്ഞെടുപ്പിൽ വിചാരണ ചെയ്യപ്പെട്ടു. സമർപ്പിതമായ പൊതുപ്രവർത്തനം തുടരുമെന്നും CR മഹേഷ്. നാടെങ്ങും വിജയികളുടെ ആഹ്ലാദ പ്രകടനം. ഇടപ്പള്ളിക്കോട്ടയിൽ ഷിബു ബേബി ജോണിന് സ്വീകരണം. ഓച്ചിറയിലും കരുനാഗപ്പള്ളിയിലും ആഹ്ലാദ പ്രകടനം. വിശദമായ വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിടവാങ്ങുന്നതായി ഡോക്ടർ സുജിത് വിജയൻപിള്ള. തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാനില്ല. വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് സുജിത് വിജയൻപിള്ള ഇക്കാര്യം അറിയിച്ചത്. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിനോടാണ് 18,573 വോട്ടുകൾക്ക് സുജിത്ത് പരാജയപ്പെട്ടത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷിബുവിനെ തോൽപ്പിച്ചായിരുന്നു സുജിത്ത് MLA ആയത്. 2016 തെരഞ്ഞെടുപ്പിൽ ഷിബു ബേബി ജോണിനെ സുജിത്തിന്റെ പിതാവ് വിജയൻ പിള്ളയാണ് പരാജയപ്പെടുത്തിയത്. വിജയൻ പിള്ളയുടെ നിര്യാണത്തോടെയാണ് സുജിത്തിലേക്ക് സീറ്റ് എത്തിയത്. സുജിത്ത് വിജയൻ പിള്ളയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ്. ചവറ നിയോജക മണ്ഡലത്തിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണിനും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പൊതുജനങ്ങൾക്കും പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. ചവറ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിന് ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള സംഭാവന നൽകുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കഴിഞ്ഞ 5 വർഷം MLA എന്ന നിലയിൽ ചവറ നിയോജക മണ്ഡലത്തിന്റെ എല്ലാ മേഖലകളിലും എന്നാലാവുന്ന പരിശ്രമങ്ങൾ വികസനത്തിനും ക്ഷേമപ്രവർത്തനങ്ങൾക്കുമായി നടത്തിയിരുന്നു. വികസന ക്ഷേമ പ്രവർത്തനങ്ങളും അതിന് നൽകിയ നേതൃത്വവും ചവറ മണ്ഡലത്തിലെ ജനങ്ങൾ വിസ്മരിക്കില്ല എന്നാണ് വിശ്വാസം. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ സാന്നിധ്യവും ഇടപെടലും തുടർന്നുമുണ്ടാകും. 2 പ്രാവശ്യം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പങ്കെടുത്തു. ഇനി ചവറയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിടവാങ്ങുന്നു. കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയ സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ജനങ്ങൾ, ഗുരുജനങ്ങൾ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, കഴിഞ്ഞ 2 മാസമായി എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് അഹോരാത്രം പണിയെടുത്ത ഇടതുപക്ഷ സഹാക്കൾ, എനിക്ക് വോട്ട് ചെയ്തവർ തുടങ്ങി എല്ലാവർക്കും നന്ദി എന്ന ഒറ്റവാക്കിൽ എന്റെ സ്നേഹം അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. സംയുക്ത സമ്മേളനം കരുനാഗപ്പള്ളിയിൽ നടത്തി. ഹ്യൂമനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ സംയുക്ത സമ്മേളനമാണ് നടത്തിയത്. ഹ്യൂമനിസ്റ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ സംയുക്ത സമ്മേളനം കരുനാഗപ്പള്ളിയിൽ നടത്തി. CR മഹേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് ഈ സംസ്ഥാനത്ത് മെച്ചപ്പെട്ട ചികിത്സ വേണമെങ്കിൽ, അടിയന്തര ചികിത്സ വേണമെങ്കിൽ പണം കൊടുക്കണം. ഇപ്പോൾ ഹാർട്ടിൻ്റെ സർജറി, ഒരാൾ നെഞ്ചുവേദന വരുന്നു, നമ്മളോട് എടുത്താൽ നേരെ ആശുപത്രി കൊണ്ടുപോകുന്നു, ആൻജിയോഗ്രാം ചെയ്യുന്നു, ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറയുന്നു. ഇപ്പോൾ ചോദിക്കും എങ്ങനെ ഇവിടെ ചെയ്യണം. പൈസ ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യാൻ പറയും. പൈസ അല്ലെങ്കിൽ എന്ത് ചെയ്യും? പത്തനംതിട്ട, പിന്നെ കോട്ടയത്ത്, പിന്നെ തിരുവനന്തപുരത്ത്, പിന്നെ അവിടെ ഒരു ഡേറ്റ് ഇട്ട് തരിക. ഇപ്പോൾ ഇത് മെയ് മാസമാണെങ്കിൽ ആഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നമുക്ക് സർജറി എടുക്കുക. ഈ ഡോക്ടർ പറയുന്ന ഈ ദിവസവും ഓപ്പറേഷൻ ഇട്ട ഡേറ്റും തമ്മിലുള്ള ആ ദിവസങ്ങളിൽ ദൈവം ആയുസ് അനുവദിച്ച് തന്നെങ്കിൽ മാത്രമേ ആൾ ജീവിച്ചിരിക്കുന്നു. മറ്റേയാൾക്ക് കുറുപ്പ് ഡോക്ടർ മരുമൻ പറയാണ് പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്തോളാൻ കൊടുക്കും. അയാൾക്ക് അയാളുടെ ബ്ലോക്ക് മാറ്റി അയാൾ വീണ്ടും ദൈനംദിന ജീവിതത്തിലുള്ളൂ, അയാൾ ഏറെ കാലം ജീവിക്കുന്നു. മറ്റേ ദൈവം അനുവദിച്ച് തന്നെങ്കിൽ മാത്രമേ. അപ്പോൾ അങ്ങനെ ചികിത്സ സമ്പത്തില്ലാത്തൊരു നിഷേധിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ, ഡയാലിസിസിൻ്റെ രോഗികളുടെ എണ്ണം ഇപ്പോൾ 770 ആളാണ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ രജിസ്റ്റർ ചെയ്തത്. 770 പേരാണ് ഡയാലിസിസിന് രജിസ്റ്റർ ചെയ്ത് മഴ പെയ്യുമെന്ന് കാത്ത് വേരാമ്പൂർ വെള്ളമൊക്കെ നിൽക്കുന്നത് പോലെ കാത്ത്. അപ്പോൾ ഈ 770 പേരിൽ ഇവർക്ക് ഡയാലിസിസ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ? ഒരു പ്രൈവറ്റ് ആശുപത്രിയാണ്. ഒരു സാധാരണക്കാരനെ, ഈ അസുഖങ്ങളെല്ലാം വരുന്ന സാധാരണക്കാർക്കാണല്ലോ. HRPM സംസ്ഥാന വൈസ് പ്രസിഡന്റ് നഹാസ് കൊരണ്ടിപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ചെയർമാൻ ജോൺസൺ പുല്ലുത്തി മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുൽ സലാം പുതിയകാവ് സ്വാഗതം പറഞ്ഞു. KS പുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഹിയാനത്ത്
മുഹമ്മദ് ബഷീർ സൈനി, നഹാസ് ഇബ്രാഹിം, എസ് സുഭാഷ്, ഡോക്ടർ ഗോകുൽ ആർ കൃഷ്ണൻ, അനിത സന്തോഷ്, വിജയകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ഒരുപാട് വർക്കുകളൊക്കെ ഉണ്ട്. ആ തൊഴിലുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരുന്നത്. ആ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് വേണമെങ്കിൽ എൻ്റെ തൊഴിലൊന്നും വേണ്ടായിരുന്നു, മാന്യമായി സാമ്പത്തികം ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ അന്ന് മുതൽ ഈ നിമിഷം വരെ എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് അർഹതയില്ലാത്ത ഒരു രൂപ പോലും എൻ്റെ പോക്കറ്റിൽ വരരുത്. ആ ഒരു ചിന്തയുടെ ഭാഗമായിട്ടുള്ള കാഴ്ചപ്പാടിലാണ് മറ്റു ജോലിയും കാര്യങ്ങളൊക്കെ ഉച്ചവരെയും ഉച്ചതിരുന്ന സമയം മുഴുവൻ പാർട്ടി ഓഫീസിൽ. ഈ പാർട്ടി ഓഫീസിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഒരുപാട് മനുഷ്യർ അവിടുത്തെ ഓരോ പ്രശ്നങ്ങളും പറഞ്ഞിട്ട് വരാറുണ്ട്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും നേരെ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി എഴുതാൻ അറിയാത്ത ആളുകളാണ്. ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്നവർക്ക് പോലും കൃത്യമായ ഒരു പോലീസ് സ്റ്റേഷനിലേക്കോ ഒരു വില്ലേജ് ഓഫീസിലേക്കോ ഒരു പരാതി എഴുതാൻ അറിയാത്ത ആൾക്കാർ നിങ്ങളുടെ നാട്ടിലുണ്ട്, നിങ്ങളുടെ അയൽവക്കത്തുണ്ട്, എനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അങ്ങനെ വളർന്നു വന്ന് ആ പാർട്ടിക്കകത്ത് ആരൊക്കെയോ ആയി മാറി കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെ എങ്ങനെ നമ്മളെ ഇല്ലായ്മ ചെയ്യാം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ചവറ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണിന് സ്വീകരണം നൽകി. ഇടപ്പള്ളിക്കോട്ടയിലാണ് സ്വീകരണം നൽകിയത്. ചവറ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണിനാണ് സ്വീകരണം നൽകിയത്. ഇടപ്പള്ളിക്കോട്ടയിലാണ് സ്വീകരണം ഒരുക്കിയത്. നിരവധി പ്രവർത്തകർ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. 18,573 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് LDFിൽ നിന്ന് RSPയുടെ ഈറ്റില്ലമായ ചവറയെ ഷിബു സ്വന്തമാക്കിയത്. 2 തവണ ഒഴികെ RSP സ്ഥാനാർത്ഥികളെ മാത്രമാണ് ചവറ നിയമസഭയിലേക്ക് വിട്ടത്. മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഷിബു 2001-ലും 2011-ലും നിയമസഭയിലെത്തി. 2011-ൽ UDF മന്ത്രിസഭയിൽ തൊഴിൽ മന്ത്രിയുമായി. 2016-ൽ N വിജയൻപിള്ള 6189 വോട്ടിനും 2021-ൽ വിജയൻപിള്ളയുടെ മകൻ സുജിത് വിജയൻപിള്ള 1096 വോട്ടിനുമാണ് ഷിബുവിനെ പരാജയപ്പെടുത്തിയത്. അഭിമാന പോരാട്ടമായിരുന്നു ഇത്തവണ ഷിബുവിന്. ശക്തമായ മത്സരമാണ് ഇരുമുന്നണികളും കാഴ്ചവെച്ചത്. ന്യൂസ് ബ്യൂറോ, ചവറ. വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി CR മഹേഷ്. വ്യക്തിപരമായി വിചാരണ ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. ജനങ്ങൾ തന്നോടൊപ്പം നിന്നു. സമർപ്പിതമായ പൊതുപ്രവർത്തനം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. വീണ്ടും ഒരിക്കൽ കൂടി കരുനാഗപ്പള്ളിയിലെ ജനാധിപത്യ വിശ്വാസികൾ എന്നെ ഹൃദയത്തിലേറ്റി വിജയിപ്പിച്ചു. വ്യക്തിപരമായി ഒരുപാട് വിഷമങ്ങൾ നേരിട്ട ഒരു തെരഞ്ഞെടുപ്പാണ്, മറ്റൊന്നുമല്ല. ഇവിടെ എന്നെ വിചാരണ ചെയ്യുകയായിരുന്നു. 2 മുന്നണികളും വ്യക്തിപരമായ ഒരുപാട് ആക്ഷേപങ്ങൾ എന്നിൽ ഏൽപ്പിച്ചു. പലപ്പോഴും മനസ്സ് വിഷമിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചു. പക്ഷേ എനിക്ക് അതിലൊന്നും ഒരു പരിഭവമില്ല. കാരണം എനിക്ക് നന്നായിട്ട് എൻ്റെ നാട്ടുകാരെ അറിയാമായിരുന്നു, എന്നെ നാട്ടുകാർക്കും നല്ലതുപോലെ അറിയാമായിരുന്നു. ഒരു തവണ ജയിക്കുക എന്നുള്ളത് മിക്കവാറും രാഷ്ട്രീയ സാഹചര്യങ്ങളിലൊക്കെ സാധിക്കുന്നതാണ്. പക്ഷേ ജയം നിലനിർത്തുക എന്നുള്ളത് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജയിക്കുന്ന അന്ന് മുതൽ നമ്മളെ ജനം നേരത്തേതിനേക്കാൾ വളരെ ശ്രദ്ധിക്കും. വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മുടെ ശരീരഭാഷയും സംസാരവും പെരുമാറ്റവും മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളുമെല്ലാം ജനം ശ്രദ്ധിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് ഇരട്ടി സന്തോഷം. കഴിഞ്ഞ തവണ ഞാൻ വിജയിച്ചപ്പോൾ എനിക്ക് എതിരായി പറഞ്ഞ കാര്യങ്ങളൊന്നും ഇനി പറയാൻ സാധ്യമല്ല. കാരണം 5 വർഷക്കാലവും എൻ്റെ പ്രവർത്തനം വിലയിരുത്തി വളരെ സൂക്ഷ്മതയോടുകൂടിയിട്ടാണ് ഇപ്രാവശ്യം എന്നെ ജനങ്ങൾ ഒരിക്കൽ കൂടി അംഗീകാരത്തിൽ ഏറ്റിയത്. പി മാധവൻപിള്ള അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടത്തി. പള്ളിശ്ശേരിക്കൽ EMS ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടത്തിയത്.
ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ EMS ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിലാണ് പി മാധവൻ പിള്ള അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടത്തിയത്. സാക്ഷരതാ മിഷൻ ഡയറക്ടർ AG ഒലീന ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് V അജയകുമാർ അധ്യക്ഷത വഹിച്ചു. പി മാധവൻ പിള്ള അനുസ്മരണവും അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തലും എഴുത്തുകാരൻ PK അനിൽകുമാറും പുരസ്കാര വിതരണം ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KS അനിൽകുമാറും ചിത്രരചനാ മത്സര വിജയികൾക്കുള്ള ഉപഹാര വിതരണം ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രഞ്ജു കൃഷ്ണകുമാറും നിർവഹിച്ചു. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് അംഗം S ദിലീപ് കുമാർ, സെക്രട്ടറി E യാസീം, എഴുത്തുകാരി പ്രൊഫസർ ജയലക്ഷ്മി, അഖിലേന്ത്യാ അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷൻ സെക്രട്ടറി VN സദാശിവൻ പിള്ള, TS ദീപ, രാഹുൽ ശങ്കുണ്ണി, K രജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വിലയിരുത്താനുള്ള അവകാശം അധ്യാപകനുള്ളതുപോലെ ആരാണ് അധ്യാപകനെന്ന് വിലയിരുത്താനുള്ള അവകാശം തീർച്ചയായും വിദ്യാർത്ഥിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് പി മാധവൻ പിള്ള സാർ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ആ അറിവിന്റെ മഹാബോധിവൃക്ഷം. കുഞ്ഞുങ്ങളെ ഒക്കത്തെ എന്തിയ അമ്മമാർ പ്രവാചകനോട് പറയുന്നുണ്ട്, ഇനി നീ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയൂ എന്ന്. അപ്പോൾ പ്രവാചകൻ പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടേതല്ല. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഹിന്ദി അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. SSLC മൂല്യനിർണ്ണയം നടത്തുന്നവരായ സർവീസിൽ നിന്ന് വിരമിക്കുന്ന കൊല്ലം ജില്ലയിലെ ഹൈസ്കൂൾ ഹിന്ദി അധ്യാപകർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്വീകരണം നൽകിയത്. SSLC പേപ്പർ മൂല്യനിർണ്ണയം നടത്തുന്ന സർവീസിൽ നിന്ന് വിരമിക്കുന്ന കൊല്ലം ജില്ലയിലെ ഹൈസ്കൂൾ ഹിന്ദി അധ്യാപകർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC മൂല്യനിർണ്ണയത്തിന്റെ സമാപന ദിവസമാണ് പരിപാടി സംഘടിപ്പിച്ചത്. അധ്യാപകരായ ജയപ്രകാശ്, G മോഹൻ, അജിത് പ്രസാദ്, സഞ്ജയ്, ശ്രീലത, സഫിയ, പ്രീത, ബിന്ദു, മേരി തോമസ് എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ശ്രീലാൽ, വിമല, മിൻസ, രാജേഷ് കുമാർ, മുഹമ്മദ് സലീം ഖാൻ, സുരേഷ്, വിനോദ് കുമാർ, രാജേഷ്, അബുൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രകടനം നടത്തി. UDF പ്രവർത്തകരാണ് ഓച്ചിറ ടൗണിൽ പ്രകടനം നടത്തിയത്. കരുനാഗപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി CR മഹേഷിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് പ്രകടനം നടത്തിയത്. UDF പ്രവർത്തകരാണ് ഓച്ചിറ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത്. BS വിനോദ്, N കൃഷ്ണകുമാർ, അൻസാറെ മലബാർ എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയെ തൂത്തെറിഞ്ഞ കേരളത്തിലെ UDF കോൺഗ്രസിന്റെ നേതാക്കന്മാർ, പ്രവർത്തകർ എല്ലാ മണ്ഡലങ്ങളിലും നിയോജക മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തിലാണ് കേരളീയ സമൂഹം കോൺഗ്രസിനെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചത് എന്നുള്ളതാണ് പ്രത്യേകത. നൂറുകണക്കിന് പ്രവർത്തകരാണ് പ്രകടനത്തിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനം മോഷ്ടിച്ചയാളെ കൊട്ടിയം പോലീസ് പിടികൂടി. മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം കല്ലുവെട്ടാൻകുഴി റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനമാണ് മോഷണം പോയത്. മുഖത്തല പാങ്കോണം സ്വദേശി അജിത് കുമാറിന്റെ വാഹനമാണ് മോഷണം പോയത്. കൊട്ടിയം മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം കല്ലുവെട്ടാൻകുഴി റോഡിൽ പാർക്ക് ചെയ്തിരുന്ന മുഖത്തല പാങ്കോണം അനിതാ നിവാസിൽ അജിത് കുമാറിന്റെ ഇരുചക്ര വാഹനമാണ് കഴിഞ്ഞ 30-ന് മോഷണം പോയത്. അജിത് കുമാർ ഇത് സംബന്ധിച്ച് കൊട്ടിയം പോലീസിൽ പരാതി നൽകിയിരുന്നു. നിരവധി CCTV ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞത്. പള്ളിമൺ വട്ടവിളിയിൽ റജീല മൻസിലിൽ സൈദലിയാണ് കൊട്ടിയം പോലീസിന്റെ പിടിയിലായത്. സൈദലി സമാനമായ നിരവധി കേസുകളിലും ലഹരിമരുന്ന് കേസുകളിലും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നേരത്തെയും പിടിയിലായിട്ടുണ്ട്. വാഹനങ്ങൾ മോഷ്ടിച്ച ശേഷം കടന്നുകളയുന്നയാൾ വാഹനത്തിലെ ഇന്ധനം തീർന്ന ശേഷം ഉപേക്ഷിച്ചു പോകാറാണ് പതിവ്. കണ്ണനല്ലൂർ നെടുമൺകാവിൽ നിന്ന് മോഷ്ടിച്ച വാഹനവുമായാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. കൊട്ടിയം SHO അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ SIമാരായ ഇൻസാമാം, ആഷ്നി, സൗരവ്, CPOമാരായ അഖിൽ, അരുൺകുമാർ, ആന്റണി എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത്. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അരയ്ക്ക് താഴെ തളർന്ന 15 വയസ്സുകാരനായി കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുന്നു. അഞ്ചൽ ഏറം സ്വദേശിനി ജയയുടെ മകൻ ആദിത്യദേവിനായാണ് കുടുംബം സഹായം തേടുന്നത്. അരയ്ക്ക് താഴെ തളർന്ന് കിടക്കയിൽ കഴിയുന്ന 15 വയസ്സുകാരന് ചികിത്സയ്ക്കും ആഹാരത്തിനും നിവൃത്തിയില്ലാതെ
കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുന്നു. അഞ്ചൽ ഏറം മയിലാട്ടുകോണത്താണ് കുടുംബം കഴിയുന്നത്. അഞ്ചൽ പനച്ചവിള സ്വദേശിയായ ജയയുടെ ഏക മകനാണ് 15 വയസ്സുള്ള ആദിത്യദേവ്. മകന് 6 മാസം പ്രായമുള്ളപ്പോൾ അപസ്മാരം വന്നതോടെയാണ് അരയ്ക്ക് താഴെ തളർന്നത്. അന്നു മുതൽ ആദിത്യദേവ് കിടക്കയിലാണ്. മകൻ വളർന്നതോടെ പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും കൊണ്ടുപോകാൻ മാതാവും മുത്തശ്ശിയും കഷ്ടപ്പെടുകയാണ്. നല്ലൊരു വീൽചെയർ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. മരുന്നിനു മാത്രം മാസത്തിൽ നല്ലൊരു തുക വേണം. മുത്തശ്ശി ശാന്തയുടെയും ആദിത്യദേവിന്റെയും പെൻഷൻ മാത്രമാണ് കുടുംബത്തിന്റെ ഏക വരുമാനം. ഈ തുക റേഷൻ വാങ്ങാനും മരുന്ന് വാങ്ങാനും പോലും തികയാറില്ല. ഈ സാഹചര്യത്തിലാണ് ആദിത്യദേവന് ചികിത്സയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. എൻ്റെ പേര് ശാന്ത എന്നാണ്. എൻ്റെ മകളുടെ മകനാണ്. പിന്നെ ഈ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ വളരെ കഷ്ടത അനുഭവിക്കുവാണ്. ആഹാരത്തിന് പോലും നിവർത്തിയില്ലാതെ ഞങ്ങൾ വളരെ കഷ്ടതയിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം. കുഞ്ഞിനെ ചികിത്സിക്കണം, കുഞ്ഞിന് മരുന്ന് വാങ്ങിക്കണം, കുഞ്ഞിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം വേണം. അതുകൊണ്ട് അതിന് ആഹാരം കൊടുക്കാൻ പോലും ഞങ്ങൾക്ക് നിവർത്തിയില്ലാത്ത രീതിയിലാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. പിന്നെ അവന് സാധാരണ ഉള്ള ആഹാരം പോലും കൊടുക്കാൻ വയ്യാത്ത രീതിയിലാണ് അവന് കൊടുക്കുന്നത്. അവന് നല്ല ആഹാരം പോലും കൊടുക്കാൻ ഞങ്ങളുടെ നിവർത്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. മോനെ ഇനി ചികിത്സിക്കണം, പൈസ വേണം, പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യണം. 5-ാം മാസത്തിൽ തുടങ്ങിയതാണ് മോന് ജന്നി ആശുപത്രി. പിന്നെ മോൻ കൂടുതലും വീട്ടിൽ നിന്ന് കൂടുതലും ആശുപത്രിയിലായിരുന്നു, ICUലായിരുന്നു മോന്. നിങ്ങളെല്ലാവരും എൻ്റെ കുഞ്ഞിനെ സഹായിക്കണം. അവൻ്റെ ചികിത്സയ്ക്ക് പണം വേണം. എല്ലാവരും കഴിയുന്നത് പോലെ സഹായിക്കണം. അഞ്ചൽ പനച്ചവിള SBI ബാങ്കിൽ ജയയുടെയും ആദിത്യദേവിന്റെയും പേരിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൈപ്പുഴ വേലപ്പൻ നായർ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉദാത്ത മാതൃകയാണെന്ന് NK പ്രേമചന്ദ്രൻ MP. കൊല്ലം പ്രസ് ക്ലബിൽ കൈപ്പുഴ N വേലപ്പൻ നായർ അനുസ്മരണ സമ്മേളനവും പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. PC വിഷ്ണുനാഥ് MLAക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്. സങ്കുചിത രാഷ്ട്രീയ താൽപര്യങ്ങൾക്കുപരിയായി അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉദാത്ത മാതൃകയായിരുന്നു കൈപ്പുഴ N വേലപ്പൻ നായരെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. കൊല്ലം പ്രസ് ക്ലബിൽ നടന്ന കൈപ്പുഴ N വേലപ്പൻ നായർ അനുസ്മരണ സമ്മേളനവും പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പിന്നീട് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ചെയർമാനായി അദ്ദേഹം അവരോധിതനാകുകയും ചെയ്യുന്ന കാഴ്ചയാണ് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ RSPയുടെ സംഘാടകനായി, കശ്മീർ തൊഴിലാളി യൂണിയന്റെ ഭാരവാഹിയായി, പ്രക്ഷോഭ രംഗത്തും സമരരംഗത്തും അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ അവരുടെ മൗലികമായ ജീവിതാവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്ന കാര്യത്തിലുമൊക്കെ നിരന്തരമായ പോരാട്ടങ്ങൾ, പ്രക്ഷോഭങ്ങൾ, സമരമുഖങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച കൈപ്പുഴ അഡ്വക്കേറ്റ് N വേലപ്പൻ നായർ അദ്ദേഹം ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിന്റെ ദേശീയ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴും ഒക്കെ ആ മൗലികമായ ഇടതുപക്ഷ രാഷ്ട്രീയ നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ സംശുദ്ധമായ പൊതുജീവിതം നയിച്ച വ്യക്തിത്വത്തിനുടമയെന്ന അഭിമാനബോധത്തോടെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മികച്ച നിയമസഭാ സാമാജികനുള്ള പ്രഥമ കൈപ്പുഴ വേലപ്പൻ നായർ പുരസ്കാരം PC വിഷ്ണുനാഥിന് സമ്മാനിച്ചു. ചെയർമാനായിരുന്ന അഡ്വക്കേറ്റ് കൈപ്പുഴ N വേലപ്പൻ നായർ അവരുടെ പേരിൽ ഒരു പൊതുപ്രവർത്തകനായ എനിക്ക് ഏറ്റവും മികച്ച നിയമസഭാ സാമാജികനുള്ള ഒരു പുരസ്കാരം ബഹുമാന്യനായ MP-യുടെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി പങ്കുവയ്ക്കുകയാണ്. ഇത് നമ്മളെ പോലെയുള്ള പൊതുപ്രവർത്തകർക്ക്, സാമാജികർക്ക് മുന്നോട്ട് പോകുന്ന വഴികളിൽ ഊർജം നൽകും എന്നുള്ള കാര്യത്തിൽ സംഘാടക സമിതിയോട്, അനുസ്മരണ സമിതിയോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുക. RSP കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം AA അസീസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കന്മാർ അന്ന് ഇടതുപക്ഷ ചായവോടുകൂടി അന്ന് RSPയിൽ ചേരുകയും അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്തു. ട്രേഡ് യൂണിയൻ രംഗത്തു നിന്ന് തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്
അണിചേർന്ന ഒരു വലിയ പറ്റം നേതാക്കന്മാരാണ്. അവരിൽ പ്രമുഖനായ വ്യക്തിത്വമായിരുന്നു കൈപ്പുഴ വരുന്നത്. പിന്നീട് അദ്ദേഹം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഫോർവേഡ് ബ്ലോക്കിലേക്ക് പോയി എന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ അതിന് മുമ്പ് ഒരു സംഭവമുള്ളത് RSPക്ക് ഒരിക്കലും ഏറ്റവും ഒരു പക്ഷേ സംഘടനാപരമായില്ലെങ്കിലും പക്ഷേ അസ്തിത്വത്തിന് നേരിട്ട ഏറ്റവും വലിയ ദോഷമായി മാറിയത് ശ്രീകണ്ഠൻ ചേട്ടന്റെ പുലർപ്പായിരുന്നു. ശ്രീകണ്ഠൻ ചേട്ടൻ ആയിട്ടുള്ള പുലർപ്പിന്റെ സമയത്ത് അദ്ദേഹം ശ്രീകണ്ഠൻ ചേട്ടനോടൊപ്പം നിൽക്കുകയും അതിനുശേഷം ശ്രീ കടവൂർ ശിവദാസൻ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ വീണ്ടും ഒരു ഇടതുപക്ഷ കൊടി പിടിക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് പുള്ളി ഫോർവേഡ് ബ്ലോക്കിലേക്ക് എത്തുന്നത്. മേയർ AK ഹഫീസ്, KPCC ജനറൽ സെക്രട്ടറിമാരായ A ഷാനവാസ് ഖാൻ, സൂരജ് രവി, KPCC സെക്രട്ടറി ബേബിസൺ, RSP ജില്ലാ സെക്രട്ടറി KS വേണുഗോപാൽ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി D ജയകൃഷ്ണൻ, GR കൃഷ്ണകുമാർ, കൈപ്പുഴ രാംമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ പരീക്ഷകളിലെ റാങ്ക് ജേതാക്കളെ പരിപാടിയിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. KSRTC ബസ് സ്റ്റാൻഡിൽ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് റീത്ത് വെച്ച് പ്രതിഷേധിച്ചത്. ഗണേശനും 5000 കാമുകിമാർക്കും ഗുഡ് ബൈ എന്നെഴുതിയ റീത്തുമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടൂരിൽ പ്രതിഷേധിച്ചത്. അടൂർ KSRTC ബസ് സ്റ്റാൻഡിലാണ് ഗണേഷ് കുമാറിന്റെ ഫോട്ടോയ്ക്കും ബസിനും മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ KSRTC മന്ത്രിയായ ഗണേഷ് കുമാറിന്റെ അവസാന യാത്രയാണ് ഇന്ന് അവസാനിക്കാൻ പോകുന്നത്. ഗണേഷ് കുമാറും 5000 കാമുകിമാരുമായുള്ള യാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇനി കേരളം ഭരിക്കുന്ന UDF ആണ്. ഒരു കാരണവശാലും ഗണേഷ് കുമാറിന് ഈ 5000 കാമുകിമാരെ കൊണ്ട് KSRTC ബസ്സിൽ പോകാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ച എല്ലാവരും അഭിവാദ്യം കൊണ്ടുവരുന്നു. ഞങ്ങൾ കേരളത്തിലെ ഗണേഷ് കുമാറിന് 5000 കാമുകിമാരുടെ യാത്ര ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. ഇനി കേരളത്തിൽ ഗണേശനും കാമുകിമാർക്കും യാത്ര ചെയ്യാൻ KSRTC ഞങ്ങൾ അനുവദിക്കുന്നില്ല. ഇനി കേരളം ഭരിക്കുന്ന UDF ആണ്. അതിനകത്ത് സൗജന്യമായി സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനുള്ള ഇന്ദിരാ ഗ്യാരണ്ടി വരെ ഞങ്ങൾ പാലിക്കപ്പെടുന്ന ആൾക്കാരാണ്. അങ്ങനെ ഗണേഷ് കുമാറിന്റെ അവസാന യാത്രയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈ പൂച്ചട്ട് നമ്മൾ KSRTCക്ക് കാണിച്ചു. സംസ്ഥാന സെക്രട്ടറി അലക്സ് കോയിപ്പുറത്ത്, ജയപ്രകാശ്, സാനു തുവയൂർ തുടങ്ങിയവരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KB ഗണേഷ് കുമാർ ഏറെ പിന്നിലായ സാഹചര്യത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ന്യൂസ് ബ്യൂറോ, അടൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും വിടവാങ്ങുന്നതായി ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള. തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാനില്ല. വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പ്രതികരണം. വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി CR മഹേഷ്. വ്യക്തിപരമായി തെരഞ്ഞെടുപ്പിൽ വിചാരണ ചെയ്യപ്പെട്ടു. സമർപ്പിതമായ പൊതുപ്രവർത്തനം തുടരുമെന്നും CR മഹേഷ്. നാടെങ്ങും വിജയികളുടെ ആഹ്ലാദ പ്രകടനം. ഇടപ്പള്ളിക്കോട്ടയിൽ ഷിബു ബേബി ജോണിന് സ്വീകരണം. ഓച്ചിറയിലും കരുനാഗപ്പള്ളിയിലും ആഹ്ലാദ പ്രകടനം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.